Namah Shivaya. Om 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 Namah गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि നീല നീല നീലമലയിൽ സ്വാമിയേ മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നീയണിഞ്ഞു നിൻ രൂപം നീല നീല നീലമലയിൽ മഞ്ഞണിഞ്ഞൊരാമലയിൽ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞു നിൻ രൂപം സ്വാമി ശരണം ശരണം ശരണമയ്യപ്പോ ഹരിഹര സുധനഖില വരദനയ്യപ്പ സ്വാമി 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 ശരണമയ്യപ്പ ഹരിഹര സുധനഖില വരദനയ്യപ്പ Hey!
കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ ശിവനുടെ മകളെ കണ്ണിൽ കനലാടും കാളി ശിവനുടെ മകളെ കണ്ണിൽ കനലാടും കാളി ശ്രീകുരുമ്പ തമ്പുരാട്ടിനിയിട നെഞ്ചിലെ തുടിതാളം ശ്രീകുരുമ്പ തമ്പുരാട്ടിനിയിട നെഞ്ചിലെ തുടിതാളം ഞാൻ വെക്കും ചുവടെല്ലാം നിൻ കോമരദ്രുതതാളം ഞാൻ വെക്കും ചുവടെല്ലാം നിൻ കോമരദ്രുതതാളം കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ ശിവനുടെ മകളെ കണ്ണിൽ കനലാടും കാളി ശിവനുടെ മകളെ കണ്ണിൽ കനലാടും കാളി ശ്രീകുരുമ്പ തമ്പുരാട്ടിനിയിട നെഞ്ചിലെ തുടിതാളം ശ്രീകുരുമ്പ തമ്പുരാട്ടിനിയിട നെഞ്ചിലെ തുടിതാളം നീ എന്നിൽ നിറയാനായി നിനമാടിയ നാമങ്ങൾ നീ എന്നിൽ നിറയാനായി നിനമാടിയ നാമങ്ങൾ കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ ശ്രീഭദ്രേ 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 കണ്ണഴകിൽ കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി പൂമകളെ കാവുതീണ്ടിയുണർന്നൊരു രാവുകളെ കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി കണ്ണഴകി കാർക്കൂന്തൽ അഴിച്ചാടും കാളി വാൾവട്ടകയും പട്ടുമുഴുത്താടും കാളി അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ മദ
സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം ജയ മാധവ വിഷ്ണു അജമുഖ ദേവ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനദ വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനദ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ കുറുമ്പക്കാവിലമ്മ കുടപ്പറ തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കറുകറുത്തവളെ കാർമേഘ കൂന്തലണിഞ്ഞവളെ കാളിക്കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തെ
നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ നെയ്യായി പൊയ്യായി മാറി ചൊരിയ കാലിടറുമ്പോഴും എന്നെ കാത്തരുളുന്നോരമ്മേ പാലൂട്ടും തിങ്കൾ നീയെ താരാട്ടും കാറ്റും നീയെ ജീവനും നീ മായേ പൂജിക്കും ദൈവം നീയെ പൂമൊട്ടിൽ തേനും നീയെ പുണ്യവും നീ തായേ മുടിയുണര് മകുടമുണര് മുടിയിലുടു നിരയൊടു മുകിലുണര് നടയുണര് നടനമുണര് നടനമൊടു കൊടുമുടി അടിയിളക് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് പാവന പൗർണമിയല്ലേ പാപവും നീ പൊറുക്കില്ലേ മൂലോകം പോറ്റുന്നോളെ മുക്കാലം തീർക്കുന്നോളെ മുക്തിയും നീയല്ലേ മുത്തോലക്കോലം കെട്ടി തിത്തൈതയാടുന്നോളെ സത്യവും നീയല്ലേ പടിയുണര് പടയമുണര് പടകമൊടുടമരുകമുണരുണര് കിടയുണര് കടകമുണര് ചടിതി തവ തുടുമിഴി മുടിവുണര് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ നെയ്യായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട് അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊൻതളയും ഉടലിലിട്ടൊരരുണാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടുകണ്ണമ്മേ കാതിലോല കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്ന തൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മ കാതിലോല കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്ന തൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മ അമ്മേ നാരായണ നാരായണ ദേവി നാരായണ
സത്യമാണമ്മ കാതിലോലക്കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നരമ്മ കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ പള്ളിവാള് കൈകളിലുണ്ട് അരമണിക്കിലുങ്ങണുണ്ട് കൈവള തോൾവള കാത്തളയോടെ കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ പള്ളിവാള് കൈകളിലുണ്ട് അരമണിക്കിലുങ്ങണുണ്ട് കൈവള തോൾവള കാത്തളയോടെ കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ കാതിലോലക്കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ കാതിലോലക്കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ വിണ്ണിലുമമ്മ മണ്ണിലുമമ്മ എങ്ങുമെന്ത്രമ്മ ശിരസിലമ്മ മനസ്സിലമ്മ എന്നിലെന്ത്രമ്മ അമ്മേ നാരായണ നാരായണ ദേവി നാരായണ നാരായണ അമ്മേ നാരായണ നാരായണ ദേവി നാരായണ കാതിലോലക്കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ കാതിലോലക്കമ്മലുമിട്ട് കല്ലുമാല മൂക്കുത്തിയിട്ട് കുങ്കുമ പൊട്ടുന്നതൊട്ട് കൊടുങ്ങല്ലൂർ വാഴുന്നോരമ്മ അമ്മേ നാരായണ നാരായണ ദേവി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ
ഈ നാട്ടുകാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ നവീകരണം. പണ്ട് കാലത്ത് വലിയ പ്രതാപത്തിലെ ഇരുന്നിരുന്ന ക്ഷേത്രം, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം, കാലം കൊണ്ട് ജീവിച്ചു പോയി വീണ്ടും നന്നാക്കിയെടുക്കണമെന്ന് ഒരാഗ്രഹം. നല്ല നല്ല ആഗ്രഹമാണെങ്കിലും ഭഗവാന് ഉടനെ നമുക്ക് നടത്തിത്തരുന്നു. അത് കാണിച്ചു തരും. എവിടെ നല്ല കാര്യത്തിൽ പുറപ്പെട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് വളരെ ഗംഭീരമായി നന്നായി നടത്തും. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. അതുപോലെയായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ജീവോദ്ധാരണം. നമ്മൾ കുറേയൊക്കെ ചെയ്ത് ഇന്നത്തെ പ്രധാനത്തിലെങ്കിലും ഏതാണ്ട് നമ്മൾ എത്തിച്ചേർന്നു. 3 വർഷം മുമ്പ് കുംഭാഭിഷേകം നമ്മൾ എത്രയോ ഭക്തന്മാർ പങ്കെടുത്ത് ഇവിടെ നടത്തി. അതുപോലെ തന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള ശാസ്താവിന്റെ ഒരു ദേവിയുടെ സാന്നിധ്യം മനസ്സിലാകട്ടെ, അത് നന്നാക്കണം എന്ന് വിചാരിച്ചു ആഗ്രഹമുണ്ടായിരുന്നു. അതും വളരെ ഗംഭീരമായി അത് നടത്താറുണ്ട്. ദേവിക്ക് പ്രത്യേകമായിട്ട് ദേവിയുടെ ഉപയോഗിച്ച് ആ ഭാഗം ദേവിയുടെ സമർപ്പിച്ച് അഭിഷേകമെല്ലാം ഇതെല്ലാം എഴുതിയിരിക്കണം. ഇനി ശാസ്താവിനാണ് വിശേഷമായിട്ടുള്ള അഭിഷേകപ്പെടുന്നത്. എല്ലാവർക്കും അനുഭവമാണ്. നല്ല നല്ല കാര്യങ്ങൾ പുറപ്പെട്ടാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് ധാരണമാണ്. എല്ലാവർക്കും നന്മകളൊക്കെ വിചാരിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയായി വരും, നന്നായിട്ട് നടത്താൻ പറ്റും. ജനങ്ങൾക്ക് മുഴുവൻ അതുകൊണ്ട് ക്ഷേമമുണ്ടാവും. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അതെല്ലാം നമുക്ക് ധാരണ സമർപ്പിച്ചു. ശാസ്ത്രത്തിന്റെ വിഷയമാണ് നടത്തുന്നത്. ഇതിനൊക്കെ ഇത്രയും ഉത്തരമായി പങ്കെടുക്കാൻ കഴിയും. ഇവിടെ ഉള്ളവരെ മാത്രമല്ല, ദൂരദേശത്തുള്ള ആളുകളും ഈ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെ അവരെയും കൂടി ഇതിലുള്ള അതികൂടിയ ഭാഗങ്ങളാണ്. അവരുടെ വലിയ പങ്കാളികളാണ്. അപ്പോൾ അവർക്കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ യുഗത്തിലെ ഓരോ കാലത്ത് ഓരോന്നാണ്. ഈ കലിയുഗത്തിലെ ക്ഷേത്രങ്ങൾ വഴി മാത്രമേ നമുക്ക് ഒരു മനഃശാന്തി നേടാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഒരു നല്ല ചൈതന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് മനഃശാന്തി കിട്ടുന്നു. മറ്റ് ധ്യാനാദികളോ വലിയ വലിയ യജ്ഞാദികളോ ഇതൊന്നും സാധാരണക്കാർക്ക് പ്രാപ്യമല്ല. സാധാരണക്കാർക്ക് അതൊന്നും വേണ്ടപ്പോൾ ചെയ്യാൻ പറ്റില്ല. ക്ഷേത്രമാകുമ്പോൾ ചെറിയ കുട്ടികൾ തുടങ്ങി ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്ക് നിന്ന് ഒന്നിച്ച് മനഃശാന്തി നേടാം. എത്രയും നമ്മൾ ശ്രദ്ധിച്ചു മാസങ്ങളോ ചൈതന്യം വർദ്ധിച്ചു വരും. ചൈതന്യം വർദ്ധിച്ചു വരുന്നതോടുകൂടി അവിടെ നിത്യപൂജകള്, സ്വാമികള്, മറ്റെന്തെല്ലാം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ചടങ്ങുകൾ, വേദനകളും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം തുടർന്നു വന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. ശങ്കരാചാര്യ കാലം മുതലാണ് ഇതെല്ലാം ഇത്രയും ഒരു ചിട്ടയായിട്ട് നടന്നു. അതും എല്ലാം ക്ഷേത്രങ്ങളും ഇല്ലാതായി അങ്ങനെയൊക്കെ ഒരു കാലമാണ് ജീവിച്ചു. ഓരോരുത്തരും വന്നു ചേർന്ന് ഇതാണ് ശരി എന്ന് പറയുമ്പോൾ സാധാരണക്കാരാണ് ശരിയെന്നാണ്. അങ്ങനെ ഓരോ ബുദ്ധമതമൊക്കെ വന്ന് ഒക്കെ ബുദ്ധക്ഷേത്രങ്ങളായിട്ട് മാറി. പിന്നീടാണ് അവർക്ക് വേണ്ട പോലെ നേതാവില്ലാതെ വന്ന് കൊണ്ടുകൊടുക്കാൻ അറിഞ്ഞായി അവരൊക്കെ ഹിന്ദുക്കളെ സാധാരണ ക്ഷേത്രങ്ങളായിട്ട് വന്നു. ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് മാറി. എന്നാലും വേണ്ട പോലെ ക്ഷേത്രങ്ങൾക്ക് ഒരു ഉണർവ് ഇല്ലാതിരിക്കാൻ
അപ്പോഴാണ് 1200 വർഷം മുമ്പ് ശങ്കരാചാര്യ ഭാരതീയ അവതരിച്ച ഭഗവാനാണ്. ഇതെല്ലാം ഒന്ന് ഉദ്ധരിക്കാനായി കലികാലത്തെ കാര്യങ്ങൾ ചെയ്യാനായി അതിന് വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ വേണം. എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വേദങ്ങളും ശാസ്ത്രങ്ങളും ശാസ്ത്രവും പറയാം. അതിനെയൊക്കെ വേണ്ട പോലെയൊക്കെ ശരിയാക്കി കാലത്തിന് നിശ്ചിതമൊക്കെ പരിഷ്കരിച്ച് എല്ലാം ചെയ്തു. അങ്ങനെ ഇങ്ങനെയെല്ലാം 4 മഠങ്ങൾ സ്ഥാപിച്ചു. തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ അവസാന സമയം അവതാര കൽപ്പനകളൊക്കെ കഴിഞ്ഞ് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. അപ്പോഴാണ് പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ 4 ആൾക്കാരുണ്ടാവും. അങ്ങനെ തൃശ്ശൂരില് ഒരു 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതിന്റെ കീഴിലും അനേകം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ആ 4 മഠങ്ങളിലെ പ്രധാനിയായിട്ടുള്ള ആളാണ് വില്ലുമംഗലത്ത് സ്വാമിയാണ്. ബാക്കി തോണകെന്നോ അഷ്ടാമലകെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും. വില്ലുമംഗലം എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ആളുണ്ടാവില്ല. അദ്ദേഹം ഉപാസിച്ചിരുന്നത് കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഭഗവാൻ ദർശനം കൊടുത്ത് പിന്നീട് പറഞ്ഞു, ഇനി അങ്ങനെക്ക് ദർശനം തരില്ല, അങ്ങനെക്ക് എന്നെ കാണുന്നതിനെ വന്നോളൂ, അനന്തം കാട്ടിലേക്ക് വന്നോളാം. അങ്ങനെയാണ് വലിയ ശിഷ്യന്മാരോടുകൂടി നടന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന വലിയ കാട്ടിൽ അവിടെ ഭഗവാൻ ദർശനം കൊടുത്തു. ഇങ്ങനെ അനന്തശാലിയായിട്ടാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. അത്ര വലിയ രൂപം ഇന്നൊന്ന് ചെറുതാക്കി. അങ്ങനെ ചെറുതാക്കിയിട്ടുള്ള രൂപമാണ് ഇത് കാണുന്നത് ഭട്ടനാഥസ്വാമി. നമസ്കാരം പൊതുവെ ഋഷീശ്വര വൈദ്യനായക കാവ്യവസ്ത്രം, ഫലങ്ങള്, അതുപോലെ ആഹാര സാധനങ്ങള്, അതുപോലെ ഭിക്ഷാ സാധനങ്ങള് പോലുള്ള കാര്യങ്ങളാണ് സന്യാസി വൈദ്യന്മാർക്ക് നമ്മുടെ പാരമ്പര്യത്തിലും തന്ത്രശാസ്ത്രത്തിലും ഒക്കെ നൽകുന്ന സ്ഥാനം. അവർക്ക് പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം നേടുന്നതിന് സർവവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ വെച്ച് നമസ്കാരം. ക്ഷേത്രാങ്കണത്തിനകത്ത് ഉള്ള ഭക്തജനങ്ങൾക്ക് സമർപ്പണം നടത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രസാദം വാങ്ങാവുന്നതാണ്. ഇവിടെ ആദികേശവ പെരുമാളും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പുഷ്പാഞ്ജലി സ്വാമിനായി ക്ഷേരിച്ചു വരുന്ന നമ്പീൻമഠം ആചാര്യനാണ് നമ്മളൊപ്പം ഇവിടെ ഈ വേളയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിനകത്തുള്ള ഭക്തജനന്മാർ എല്ലാവരും അദ്ദേഹത്തിനെ കണ്ട് അനുഗ്രഹം വാങ്ങി സ്വഹൃദയത്തിലാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ക്ഷേത്രാങ്കണത്തിൽ അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് എത്തിയത് വളരെ ഒരു മുഹൂർത്തത്തിന് സവിശേഷത വരുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഗുരുപരമ്പരയിൽ നിന്ന് അനുഗ്രഹം ഒരു ക്ഷേത്ര ചടങ്ങിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ 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 വിശേഷമാണ്. അതുകൊണ്ട് ഈ വേളയിൽ ഈ ദേശനാഥനായ ആദികേശ്വരന്റെ മണ്ണിലെ പുഷ്പാഞ്ജലി സ്വാമിയായ നമ്മുടെ കൂടെ ഇവിടെ കുടികൊള്ളുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ സവിശേഷം എല്ലാ ഭക്തജനങ്ങളും സമർപ്പണം നടത്തി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. ഓം ഭദ്രകാളി നമഃ.
வரும் நேரமே சங்கர சங்கர சங்கரா எனையாளும் சிவசங்கரா சங்கர சங்கர சங்கரா எனையாளும் சிவசங்கரா வளர்பிறை போல ஏறும் உரோமம் முன்சரையும் சிறு குஞ்சியும் விஞ்ச மனதுமிருங்க வடிவும் இளங்க மாமலை போல் யமதூதர்கள் வந்து வலை கொடு வீசி உயிர் கொடு போக மைங்கரும் வந்து குனிந்தழ நொந்து மடியில் விழுந்து மனைவி புலம்ப மாட்கினரே இவர் காலம் அறிந்து வரிசை கெடாமல் எடுமென ஓடி வந்திலமைந்தர் குனிந்து சுமந்து கடுகி மடந்து சுடலை அடைந்து மானிட வாழ்வென வாழ்வென ஒன்றும் சங்கர சங்கர சங்கரா அரியேனே சிவனே உன்னை போற்றிட அரியேனே சிவனே உன்னை போற்றிட அறியாமை அறிந்தே என்னை ஏற்றிடு அறியாமை அறிந்தே என்னை ஏற்றிடு உன்னுள்ளே என்றும் வாழ்பவனை மாயத்தின் வாயில் வீழ்பவனை நீயே காப்பாற்று என்னை ஆளும் சிவனே யாரு கடமைக்காரன் நாடு விரியும் மின்னல் உறையுதே காட்டுல இருந்து வர்றவங்க தேர் கட்டுறது சம்பிரதாயம் நீங்க இனிமே நாங்களே நடத்தி தரோம் தோன்றும் யாவுமே அழியும் என்றனை எந்த நாணவம் அழித்த சிவசக்தியே என்றும் அழிந்திடாதெனது சிவபக்தியே தேக சுத்திரணேன புயார் மனசாந்திரணேன புயார் கோவில் எனவே ஆனேன் சிவனே என்னுள் வரவே கேட்டேன் சிவனே பேரண்டம் எங்கும் தீயா
रुद्रे सदा शिवे जये कालीधरे हरे शिवे തിരുകാവിൽ മുടിച്ചൂടി നീ വരേണേ അമ്മേ അമ്മേ ഡം കരടിക മേളത്തിരുതുടി താളം എന്നാടിൻ അമ്മ തിരുവടിയുറയും താളം ദേശം പന്തീരാണ്ടുകൾ കാത്തൊരു കാലം ഭരവായി ഭഗവതി തിരുമുടി ഉയരും കാലം ഗോരേ ശങ്കര തനയേ ദൈത്യവിനാശേ സംഹാരിയാസുരനാശിനി ഭൈരവിരൂപേ കാതിൽ മദഗജ വ്യാഘ്രത്തോടകളിളകേ കൈയിൽ വട്ടകവാളുമേന്തി വരേണേ നിത്യകളെത്തും ചെമ്പഴതാളത്തിൽ ഭദ്രേ സുന്ദര രൂപേ നിത്യരൂപം പ്രവതരിയുമ്പോൾ മണ്ഡലമാകും താളച്ചുവടും കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിൻ ഉടയവനിയെ നാടിൻ രക്ഷകയെ മണ്ഡലമാകും താളച്ചുവടും കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിൻ ഉടയവനിയെ നാടിൻ രക്ഷകയെ പാൽവഴിയും ഓരോരോ വെൺവസൂരിക്കലയും നിന്റെ വദനത്തിനഴകേറും ഈ കനലിലെരിയുമ്പോൾ തിരുമിഴികളുണരുമ്പോൾ ഭൂതഗണമെല്ലാം മന്മലയുലയും പോലെ കടക്കേ നാന്തകമിളകി പോരി വിളിച്ചും ഭൂമി വിളർക്കേ ദാനവനായി തേടി വരും നേരം മന്മലയുലയും പോലെ കടക്കേ നാന്തകമിളകി പോരി വിളിച്ചും ഭൂമി വിളർക്കേ ദാനവനായി തേടി വരും നേരം കണ്ഠമതേറി വരവായി പരിവാരത്തോടമ്മ നിത്യകളെത്തും ചെമ്പഴതാളത്തിൽ ഭദ്രേ സുന്ദര രൂപേ നിത്യരൂപം പ്രവതരിയുമ്പോൾ മണ്ഡലമാകും താളച്ചുവടും കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിൻ ഉടയവനിയെ നാടിൻ രക്ഷകയെ മണ്ഡലമാകും താളച്ചുവടും കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിൻ ഉടയവനിയെ നാടിൻ രക്ഷകയെ ഭൂമി ചഞ്ചോര ചാന്തിൽ മുങ്ങുന്നേ രുതിരത്തിൽ നീരാടി കോപത്തിൻ കൊടുമുടിയിൽ മുടിപോൽ നാഗം ജടയായി ഇഴയുന്നേ ഗുരുതിക്കളമായി ഭുവനം മാറുന്നേ നിന്തിരുമേനിയുരുക്കിയ കാഞ്ചനം എന്ന കണക്ക് ജ്വലിക്കുമ്പോൾ ചെല്ലട വിളകെ അരമണികളകെ ബാധകളോടി ഒളിക്കുമ്പോൾ തക്കത്തിരുവാളുലയുന്നേ കലിയത് തീരാതുറയുന്നേ കൈലാസത്തിൻ
ഗുരുനാഥനു മുന്നിൽ കോപം തീർത്തിടാൻ രുദ്രൻ നിൻ മുന്നിൽ വന്നു കിടക്കേ അമ്മ തിരുവടിയാ. മൂന്നാം തൃക്കണ്ണഗ്നി ജ്വാലകൾ മുത്തായി മാറുന്നേ, മലകൾ പോലുള്ളൊരു മാതൃത്വത്തിൻ പാല് ചുരത്തുന്നേ. വരദായിനിയേ സുരസേവിതയേ ശരണാഗതിയേ കുലദേവതയേ. വരദായിനിയേ സുരസേവിതയേ ശരണാഗതിയേ കുലദേവതയേ. വരദായിനിയേ സുരസേവിതയേ ശരണാഗതിയേ കുലദേവതയേ. വരദായിനിയേ സുരസേവിതയേ ശരണാഗതിയേ കുലദേവതയേ. വരദായിനിയേ സുരസേവിതയേ ശരണാഗതിയേ കൽക്കുളത്തു കാവിലമരും രുദ്രേ ഭഗവതിയേ, ഈ ദേശം കാത്തരുളിടും കാവിനധിപതിയേ. ഇനി വരുമൊരു 12 കാലമെത്തിടാൻ തിരുവടിയുടെ തിരുമുടിയേറ്റിനു കാത്തിരുന്നിടാൻ.